അസ്സലാമലൈക്കും. ഹായ്, നമുക്കിന്നൊരു അടമാങ്ങ അച്ചാറിടണ കണ്ടാലോ? കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കരിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റി അതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇത്രയും ഇട്ടിട്ട് നല്ലതായിട്ട് വഴറ്റണം കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയ പൊടിക്കൈയും കൂടെ ചെയ്യാറുണ്ട്. ഇച്ചിരി ജീരകവും ഇച്ചിരി ഉലുവയും കൂടി ഇടും. എന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് അത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് അടമാങ്ങ എങ്ങനെയെന്നറിയാവോ? പിന്നെ ക്രഷ്ഡ് ചില്ലി ഇടുവേ, ക്രഷ്ഡ് ചില്ലിയും കുറച്ചിടും. അടമാങ്ങ എന്ന് വെച്ചാൽ എൻ്റെ നാത്തും കുറച്ച് മാങ്ങ തന്നായിരുന്നു, സരിത. അപ്പം സരിത കുട്ടി കുറച്ച് മാങ്ങ തന്നപ്പോഴത്തേക്കും ഞാൻ നോമ്പിന് മുമ്പേ ആ മാങ്ങാനൊക്കെ കഴുകി അരിഞ്ഞ് ഉപ്പും ഞാൻ ഓമം അറിയാമല്ലോ, ഓമവും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഉണക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഉണക്കി ഞാൻ പാക്ക് ചെയ്ത് സിബ്ലോക്ക് കവറിൽ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. കാരണം നോമ്പിന് ഇവിടെ ഈ സാധനമൊന്നും ചിലവാകത്തില്ല, വലുതായിട്ട് ചോറൊന്നും കഴിക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞുകൊണ്ട് അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു. ഇതേ ഇപ്പോൾ അത് അടമാങ്ങ അതിലോട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ അരപ്പിലേക്ക് ആ മാങ്ങ ഇട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.